Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇന്നൊരു ഇഫ്താർ വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ആണ്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഹോം മെയ്ഡാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഷോപ്സൊന്നും അധികം തുറക്കാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിൽ മയോണൈസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കോൾസ്ലോവിൻ്റെയും എല്ലാ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റിൽ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു കോംപ്ലിക്കേഷനും ഇതിലില്ല. വളരെ ഈസി റെസിപ്പിയാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നോമ്പ് തുറണ്ട സമയം ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലാസ്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നോമ്പ് തുറക്ക് നമ്മൾ ഉണ്ടാക്കിയ ഡ്രിങ്ക് ആപ്പിൾ മിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറേ കൂട്ടുകാർ അവർ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ക്രാഫ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 3-4 മണിക്കൂർ മുമ്പേ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ വലിയ 6 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയോട് കൂടിയതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞങ്ങൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തൊലിയുള്ളത് എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞങ്ങളിത് ചതച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ എൻ്റെ സിസ്റ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 5 മണിക്കൂർ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 കപ്പ് ഓട്സ്, പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യണം. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ പൗഡറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്കിത് ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് തന്നെ നമ്മൾ മയനൈസാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. 2 മുട്ടയുടെ വെള്ളയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മയനൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജാറ് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പറ്റില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മയനൈസ് ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ. ഇനി ഈ മുട്ടയിലേക്ക് 2 ചെറിയ പീസ് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫോർവേഡല്ല, നമ്മൾ ബാക്കോട്ടേക്കാണ് മിക്സിയിൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അപ്പം ബാക്കോട്ടേക്ക് പൾസിലാണ് അടിക്കേണ്ടത്. പിന്നെ ഇവിടെ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പൾസിൽ ബാക്കോട്ടേക്ക് അടിക്കുക. കംപ്ലീറ്റ് ഓയിൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 1/2 ഗ്ലാസ് ഓയിലാണ് ഇതിന് വേണ്ടി വന്നിട്ടുണ്ടായത്. അപ്പോൾ ഓയിൽ കൂടിക്കഴിഞ്ഞാലും നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും കിട്ടില്ല. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല അടിപൊളി മയനൈസ് ഇവിടെ റെഡിയാണ്. അടുത്തതായിട്ട് തന്നെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കോൾസ്ലോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാബേജ് വേണം, പിന്നെ കുറച്ച് ക്യാരറ്റും വേണം. ക്യാബേജാണ് ക്യാരറ്റിനേക്കാളും കൂടുതൽ വേണ്ടത്. അപ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ക്യാബേജ് ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ചെറിയ 2 പീസാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നമുക്കിവിടെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ, ക്യാബേജാണ് ഇതിൽ കൂടുതൽ ഇടുന്നത്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കോൾസ്ലോക്ക് വേണ്ട മയനൈസിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മയനൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 1/4 കപ്പ് മോരുമാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇനി ഇത് ഓപ്ഷണലാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനെഗറാണ്, സിർക്ക അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കൂട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ക്യാബേജിലേക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുക. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ ടാപ്പ് വാട്ടറാണ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് പോയി കിട്ടുന്നത് വരെ, ഈ വെള്ളം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആകുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകി കൊടുക്കണം. ഞാനിവിടെ അടുപ്പത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/4 ഭാഗം കുക്കാകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ പൊട്ടാറ്റോസൊക്കെ 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് പൊട്ടാറ്റോസ് ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒപ്പി കൊടുക്കണം. ഇനി നമുക്കിത് ഒന്നിക്കലും ഒരു സിപ്പ് ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രിപ്പറേഷൻസ് ഇതിനു വേണ്ടി ചെയ്യണം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രൈയിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇവിടെ 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദയുടെ മിക്സ്ചറും ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമ്മൾ മൈദയുടെ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം മൈദ. അതിനുശേഷം മുട്ടയുടെ മിക്സ്ചറിലേക്ക് മുക്കിയതിന് ശേഷം പിന്നെയും മൈദയുടെ മിക്സ്ചറിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. അപ്പോൾ 2 തവണ നമ്മൾ മൈദയുടെ മിക്സ്ചറിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എന്നാലേ കറക്റ്റ് വെന്തിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നല്ല തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്.
അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തത് ഇതിലേക്ക് ഇടുമ്പോൾ എണ്ണൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇത് അത്ര ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നും പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. And thanks for watching my video. Thank you.